ഡിസംബർ മാസത്തിന് ഇഷാൻ കിഷന്റെ ജീവിതത്തിലും കരിയറിലും വലിയ പ്രത്യേകതകളുണ്ട്. ഇഷാന്റെ നേട്ടങ്ങളും നഷ്ടങ്ങളുമെല്ലാം ഡിസംബറിലെ തണുപ്പിൽ അഭിരമിച്ചും മരവിച്ചും കിടപ്പുണ്ട്. ഇഷാന്റെ ഒരു 4 ഡിസംബർ കാലം പറയാം. 2022 നിന്ന് തുടങ്ങാം. 2022 ഡിസംബർ 10 ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാമിൽ ഇന്ത്യ ബംഗ്ലാദേശ് 3-ാം ഏകദിനം. പരമ്പര സ്വന്തമാക്കിയ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ മാനം കാക്കാനായി ഇറങ്ങിയതാണ്. രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റപ്പോൾ മാത്രം 11-ലെത്തിയ ഇഷാൻ കിഷാനാണ് ശിഖർ ധവാനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 8 വിക്കറ്റിന് 409 റൺസ് എടുത്തു. ഓപ്പണറായി ഇറങ്ങിയ ഇഷാൻ കിഷൻ ഡബിൾ സെഞ്ചുറിയുമായി തിളങ്ങി. ഇഷാന്റെ ആദ്യ ഇരട്ട സെഞ്ചുറി. 18 പന്തിൽ അർദ്ധ സെഞ്ചുറിയും 85 പന്തിൽ സെഞ്ചുറിയും നേടിയ ഇഷാൻ ഇരട്ട സെഞ്ചുറിയിലേക്ക് എത്തിയത് 126 പന്തിൽ. ഏകദിനത്തിലെ അന്നത്തെ വേഗമേറിയ ഇരട്ട സെഞ്ചുറി. അന്ന് മറികടന്നത് യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിനെ. 2023 ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇഷാൻ കിഷൻ ഇന്ത്യയുടെ ഓപ്പണറാകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ മാനേജ്മെന്റിന്റെ താല്പര്യം ശുഭ്മാൻ ഗില്ലിനോടായിരുന്നു. ഇഷാൻ റിസർവ് താരമായി. ഗില്ലിന് ഡെങ്കി ബാധിച്ചപ്പോൾ മാത്രം കളിക്കാൻ അവസരം ലഭിച്ചു. KL രാഹുലിന്റെ അഭാവത്തിൽ ഇഷാനെ മിഡിൽ ഓർഡറിൽ ഇന്ത്യ പരീക്ഷിച്ചു. പാകിസ്ഥാനെതിരെ പല്ലേക്കലയിലെ ടഫ് കണ്ടീഷനിൽ 91 റൺസ് അടിച്ച് ഇഷാൻ തന്റെ ഫോം സെലക്ടർമാർക്ക് മുന്നിൽ തെളിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ രാഹുൽ ഫിറ്റ്നസ് വീണ്ടെടുത്തോടെ ഇഷാന്റെ ഫോം വെള്ളത്തിലെ വര പോലെയായി. 2020ലേക്ക് വരുമ്പോൾ ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ലെഫ്റ്റ് ഹാൻഡഡ് ഓപ്ഷൻ ആയിട്ട് പോലും ഇന്ത്യ വലങ്കയ്യന്മാരായ ജിതേഷ് ശർമ്മയെയും സഞ്ജു സാംസണെയും മിഡിൽ ഓർഡറിൽ പരീക്ഷിച്ചു. അതിൽ സഞ്ജുവിന് ഓപ്പണിംഗ് മുതൽ കൊടിയ പരീക്ഷണമായിരുന്നു. തുടർച്ചയായ അവഗണനകൾ നേരിടുന്ന സമയത്താണ് ഒരിക്കൽ ഇഷാനെക്കുറിച്ച് അശ്വിൻ തന്റെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നത്. അവനൊരു എക്സ്ട്രാ ഓർഡിനറി ടീംമാനാണ്. അവൻ 11-ൽ അർഹതയുള്ള താരമാണ്. തൊട്ടടുത്ത വർഷം ഡിസംബറിൽ ഇഷാൻ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ അവധിയെടുത്തു. സ്പോർട്സിൽ പതിവില്ലാത്തത്. സൗത്ത് ആഫ്രിക്കൻ സീരീസിന് മുന്നോടിയായാണ് ഇഷാൻ അവധി ആവശ്യപ്പെട്ടത്. ഓവർസീസ് കണ്ടീഷനിൽ ഇഷാന്റെ ബാറ്റിംഗ് ടെക്നിക് അത്ര നല്ലതല്ലെന്ന് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് പറഞ്ഞു. മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ അങ്ങനെ ഒരിക്കൽ കൂടി ഗ്ലൗ KL രാഹുലിന് നൽകി. ഇന്ത്യക്കായി ഇനി കളിക്കണമെങ്കിൽ ഇഷാൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണമെന്ന് ദ്രാവിഡ് വാശി പിടിച്ചു. അതിന് തൊട്ടു മുമ്പ് ഏകദിനത്തിൽ 200 അടിച്ച ഇഷാന്റെ സ്റ്റാറ്റിന് അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഡിസംബർ 14 ഡബിൾ സെഞ്ചുറി അടിച്ചതിന്റെ 4-ാം ദിവസം റാഞ്ചിയിൽ കേരളത്തിനെതിരെ ഇഷാൻ സെഞ്ചുറി നേടി. ഡൊമസ്റ്റിക്കിൽ ഏറിയും കുറഞ്ഞു നിന്ന കരിയറിൽ പക്ഷേ ദേശീയ ടീമിലേക്ക് വിളിയെത്തിയില്ല. ഇതിനിടെ BCCI സെൻട്രൽ കരാറിൽ നിന്നും ഇഷാൻ പുറത്തായി. 2024 ഡിസംബറിൽ മൊബൈലിൽ നോക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി കണ്ട ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഇഷാന് വലിയ പ്രതീക്ഷകൾ നൽകി. യു ഹാവ് ദ റൈറ്റ് ടു വർക്ക് ബട്ട് നെവർ ടു ദ ഫ്രൂട്ട് ഓഫ് വർക്ക്. അതിന്റെ പല വ്യാഖ്യാനങ്ങൾ പിതാവ് പ്രണവ് പാണ്ഡെ ഇഷാന് പകർന്നു. ഇഷാൻ പിന്നീട് ഭഗവത്ഗീത ജീവിതത്തിന്റെ ഭാഗമാക്കി. മാനസികവും ശാരീരികവുമായ ഉണർവ് ലഭിച്ചുവെന്ന് ഇഷാൻ പിന്നീട് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അച്ചടക്കവും ശീലിച്ചു. എല്ലാവരോടും എപ്പോഴും ചിരിക്കുന്നൊരു കുട്ടി പെട്ടെന്ന് മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം വരാറില്ലേ? ഇഷാന്റെ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു. പിതാവ് പ്രണവ് പാണ്ഡെ ഒരിക്കൽ ഇഷാനെക്കുറിച്ച് പറഞ്ഞതാണിത്. 12-ാം വയസ്സിൽ പാറ്റ്നയിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രം റാഞ്ചിയിലേക്ക് പോയ പയ്യനാണ് ഇഷാൻ. എന്നിട്ടിപ്പോൾ ആളുകൾ പറയുകയാണ് അവന് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ. ഇതിനേക്കാൾ വിഷമമുള്ള കാര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. വീണ്ടും ഒരു ഡിസംബർ. ഇത്തവണ ഇഷാൻ അത് ഉയർപ്പായിരുന്നു. ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ പലപ്പോഴും വിഷമം തോന്നി. പക്ഷേ എനിക്കിപ്പോൾ അത്തരം പ്രതീക്ഷകളൊന്നുമില്ല. ഏത് ടീമിന് വേണ്ടി കളിച്ചാലും മികച്ച പ്രകടനം പുറത്തെടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കാതിരിക്കുമ്പോഴൊക്കെ നിരാശ തോന്നാൻ കാരണം ഞാൻ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് എന്നെ ഒഴിവാക്കിയത് എന്നതുകൊണ്ടുകൂടിയാണ്. പിന്നീട് ഞാൻ ചിന്തിച്ചു, ഇത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടും എന്നെ ടീമിലെടുക്കുന്നില്ലെങ്കിൽ ഞാൻ കൂടുതൽ നന്നാക്കണം. യുവതാരങ്ങളോടും എനിക്ക് അതേ പറയാനുള്ളൂ. സ്വയം അസ്വസ്ഥനാകാൻ അനുവദിക്കരുത്. കഠിനാധ്വാനം ചെയ്യുക. സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ ജാർഖണ്ഡിനെ ഇതാദ്യമായി ജേതാക്കളാക്കിയ ശേഷം ക്യാപ്റ്റൻ കൂടിയായ ഇഷാൻ കിഷൻ പറഞ്ഞു, ഈ കിരീട നേട്ടമാണ് എൻ്റെ കരിയറിൽ ഇതുവരെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം. ക്യാപ്റ്റനായി കിരീടം നേടിക്കൊടുത്തു എന്ന് മാത്രമല്ല, ഇൻഡിവിജ്വൽ പെർഫോമൻസിലും ഇഷാൻ കിഷൻ തന്നെയാണ് മുന്നിൽ. ജാർഖണ്ഡിനായി ഓപ്പണറായി ഇറങ്ങി ഫൈനലിലെ വെടിക്കെട്ട് സെഞ്ചുറി ഉൾപ്പെടെ 10 മത്സരങ്ങളിൽ നിന്ന് 517 റൺസാണ് അടിച്ചുകൂട്ടിയത്. ആകെ 2 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും. സ്ട്രൈക്ക് റേറ്റ് 197.32. ശരാശരി 57 മുകളിൽ. അടിച്ചുകൂട്ടിയത് 33 സിക്സറുകളും 51 ബൗണ്ടറികളും. ഫൈനൽ കളിച്ച ഹരിയാനയുടെ അങ്കിത് കുമാർ 448 റൺസുമായി 2-ാം സ്ഥാനത്ത്. ഇഷാന്റെ സഹതാരമായ കുമാർ കുശാഗ്ര
422 റൺസുമായി മൂന്നാമതുമെത്തി. പുനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഹരിയാനയെ 69 റൺസിനാണ് ജാർഖണ്ഡ് തോൽപ്പിച്ചത്. ജാർഖണ്ഡ് ഉയർത്തിയ 263 റൺസിന്റെ കൂറ്റൻ ലക്ഷ്യം തേടിയിറങ്ങിയ ഹരിയാന 193 റൺസിന് എല്ലാവരും പുറത്തായി. 45 പന്തിലാണ് ഇഷാൻ മൂന്നക്കത്തിലെത്തിയത്. 2020-ലെ 6ാം സെഞ്ചുറി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ 5ാം സെഞ്ചുറി, ഈ സീസണിലെ 2ാമത്തെ സെഞ്ചുറി. മുഷ്താഖ് അലിയിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരങ്ങളിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം എത്തി ഇഷാൻ. ഫൈനലിൽ 10 സിക്സറും 6 ബൗണ്ടറിയുമാണ് ഇഷാൻ അടിച്ചത്. ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റന്മാരിൽ ഇതിഹാസ താരം MS ധോണിയെയും ഇഷാൻ ഇവിടെ മറികടന്നു. 2018 IPL-ൽ 30 സിക്സാണ് ധോണി അടിച്ചത്. ഇഷാൻ ഈ ടൂർണമെന്റിലാകെ 33 സിക്സറുകൾ നേടി. മറ്റൊരു ഡിസംബറിൽ ഇഷാൻ മറ്റൊരു വലിയ വാർത്തയ്ക്ക് കൂടി കാത്തിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന 2020 ലോകകപ്പിന്റെ ടീം പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും തിളങ്ങുന്ന ഇഷാനെ തഴയാൻ ആവില്ല സെലക്ടർമാർക്ക്. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് പ്രകടനം എപ്പോഴും മാനദണ്ഡമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അജിത് അഗാർക്കറിന്. നിലവിൽ ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണുമുണ്ട് വിക്കറ്റ് കീപ്പർ പൊസിഷനിൽ. ജിതേഷ് കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട്, സഞ്ജുവിന് അവസരം പോലും കൊടുക്കുന്നില്ല. ഇഷാൻ സയ്യിദ് മുഷ്താഖ് അലി 2020-ലെ ടോപ്പ് സ്കോററായത് ഓപ്പണിംഗിൽ കളിച്ചാണ്. ഫോമില്ലാതെ വലയുന്ന, പരിക്ക് കാരണം നട്ടം തിരിയുന്ന ശുഭ്മാൻ ഗില്ലിനെ വെട്ടി ഇഷാൻ കിഷനെ ഓപ്പണറാക്കാൻ BCCIക്ക് നട്ടലുണ്ടോ? ഇഷാൻ എന്നാൽ പ്രകാശവും തേജസ്സും എന്നാണ് അർത്ഥം. അവൻ ഇനിയും പ്രകാശിക്കും, BCCI എത്ര ഇരുട്ടിലേക്ക് മാറ്റിയാലും.